ചവറ അടൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ യാത്രക്കാരനെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ വൈറലാകുന്നു. വാതിലിന് സമീപം നിന്ന യാത്രക്കാരൻ പുറത്തേക്ക് തെറിച്ചു വീഴുന്നതിനിടയിൽ ബസ്സിലെ കണ്ടക്ടർ ബിലു പൊടുന്നനെ പിടിക്കുകയായിരുന്നു. പെട്ടെന്ന് എന്തോ തോന്നിയാണ് യാത്രക്കാരനെ പിടിച്ചതെന്ന് കണ്ടക്ടർ ബിലു മീഡിയ വണ്ണിനോട് പറഞ്ഞു. അർജന്റീനയുടെ രക്ഷകനായി മറഡോണ അവതരിച്ചത് ദൈവത്തിന്റെ കൈയുമായിരുന്നു. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ ആ സുനിൽ ബസ്സിൽ ആ ദൈവത്തിന്റെ കൈയുമായി എത്തിയത് അതിലെ കണ്ടക്ടറായിട്ടുള്ള ബിലു ആണ്. ബിലുചേട്ടനാണ് ഇപ്പോൾ നമ്മോടൊപ്പം കൂടുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ദൈവത്തിന്റെ കൈ എന്ന് തന്നെയാണ് അതിന് ആളുകളൊക്കെ പറയുന്നത്. എന്തായാലും പറയാനുള്ളത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് എനിക്കങ്ങനെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ്. എനിക്കങ്ങനെ പിടിക്കണമെന്ന് തോന്നി. പക്ഷെ ആ മുഖം തിരിച്ചാ നിൽക്കണേ. പക്ഷെ എനിക്ക് അങ്ങോട്ട് നോക്കാനൊന്നും പറ്റില്ല. ജസ്റ്റ് ആ റിയാക്ഷൻ ആ സമയത്ത് എനിക്ക് വന്നു പോയതാണ്. എന്റെ കൈ തട്ടിയാണ് കക്ഷി അങ്ങോട്ട് പുറത്തോട്ട് പോകുന്നത്. ഞാൻ ഈ യാത്രക്കാരെ നമ്മൾ ഓൾറെഡി വണ്ടി കയറി എല്ലാ യാത്രക്കാരെ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. അവർ നിൽക്കുന്നതും പൊസിഷനും കാര്യങ്ങളും എല്ലാം നിൽക്കും. ഞങ്ങൾക്ക് തന്നെ ആയാലും എത്ര ബാലൻസ് ഉണ്ടെങ്കിലും നമ്മൾ മനസ്സിലൊരു ചിന്തയുണ്ട്, വണ്ടി ചവിട്ടി കഴിഞ്ഞാൽ എവിടെയെങ്കിലും പിടിക്കണം, ഇത് വളവ് തിരിക്കുമ്പോഴെവിടെയെങ്കിലും പിടിക്കണമെന്നൊക്കെ. പക്ഷെ ഇവരങ്ങനെ അല്ലായിരിക്കും പൊതുവെ നിൽക്കുന്നത്. പിന്നെ ഇവരെ അത് ചെറിയ ശ്രദ്ധയോടെ നമുക്ക് കാണും. ആ ഒരു സമയത്ത് പുറത്തോട്ട് തെറിച്ചു പോയ സമയത്ത് എന്റെ കൈ തട്ടിപ്പോയി. ഞാൻ കൈ പെട്ടെന്ന് ബാക്കിലോട്ട് ഇട്ട് ഞാൻ സീറ്റ് ചാരി നിൽക്കുമായിരുന്നു. എന്റെ ആ കക്ഷിയുടെ റൈറ്റ് ഹാൻഡ് എന്റെ റൈറ്റ് ഹാൻഡിലായിട്ട് പിടിച്ചപ്പോഴത്തേക്ക് ആ പിടുത്തത്തിൽ ഡോറ് പുള്ളിയുടെ ബാക്ക് തട്ടി ഡോർ ഓപ്പണായി, ലോക്ക് ഓപ്പണായി. അങ്ങനെ പിടിച്ച് ആ പിടിച്ച് അകത്തോട്ട് കയറ്റിയത്. വല്ലാത്തൊരു പിടിയായി. പിന്നെ അതെ, ഇതിപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ആ ദൈവഭാഗ്യമുണ്ട്, ഈശ്വരഭാഗ്യമുണ്ട് ആ പയ്യനെ. കക്ഷി അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് കക്ഷിയുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോണുണ്ട്. ആ മൊബൈൽ ഫോണും ഈ സീറ്റിന്റെ ഒരു കമ്പിയിലൂടെ ചേർത്ത് വെച്ചിട്ട് 2 വിരലുകൊണ്ട് പിടിച്ചേക്കുകയാണ്. ബാക്കി കൈയെല്ലാം ഫ്രീ ആയിട്ട് ഇട്ടേക്കുകയാണ്. എന്നിട്ട് എൻ്റെ തറയുടെ ഒരു നാണയത്തൊട്ട് എടുത്ത് കൈ പിടിച്ചിട്ടുമുണ്ട്. അത് കഴിഞ്ഞിട്ട് കക്ഷി ഞാൻ ബാലൻസ് പൈസ എത്രയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഈ വളവും വന്ന് കക്ഷി പുറത്തോട്ട് പോവുകയും ചെയ്ത് കയറി പിടിക്കുകയും ചെയ്തു. ഇതാണ് അവിടെ സംഭവിച്ചത്. എന്താ ചേട്ടൻ്റെ വണ്ടിയിൽ നടന്ന ഒരു അത്ഭുതകരമായ ഒരു സംഭവം നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവന് പെട്ടെന്ന് ബെല്ലടിച്ചപ്പോഴാണ് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയത് തന്നെ. അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഓടിയെന്ന് പറഞ്ഞപ്പോഴേ എനിക്കൊരു ടെൻഷനായി പോയി. ഞാൻ ചോദിച്ചു എന്താണ് പറ്റിയത്, നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാമറ എടുത്ത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ അത് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ പേടിയല്ലേ. പെട്ടെന്ന് തന്നെ നമ്മൾ സുല്ലിക്കായി വിളിച്ച്, മുതലാളിയെ വിളിച്ച്, പിന്നെ ഇതിൻ്റെ മാന്യരെ വിളിച്ച്, എല്ലാവരെയും വിളിച്ച് പെട്ടെന്ന് എടുത്തപ്പോൾ പിന്നെ ഒരു സമാധാനമായി. എന്നാലും ഇവൻ നമ്മുടെ പറയാൻ നല്ല സഹായിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലോട്ട് പോകുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചല്ല. സുഹൃത്തുക്കളാരൊക്കെ എടുത്ത് ഇതിനകത്തോട്ട് അപ്ഡേറ്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെ വിളിച്ചു നോക്കി. ഞാൻ സ്വന്തമായിട്ട് നോക്കി, എൻ്റെ കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടു. ദൈവത്തിൻ്റെ കരങ്ങളാണ്, പിന്നെ മിന്നൽ മുരളിയാണ്, സ്പൈഡർമാനാണ്, അങ്ങനെയുള്ള കുറേ കമൻറ്റുകൾ കണ്ടു. അതിൽ അങ്ങനെയുള്ള പിന്നെ ഓരോരുത്തരെ അല്ലാതുള്ള കമൻറ്റുകളും ഇട്ടിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ ഇരിക്കുന്നില്ല. ഞാൻ സന്തോഷമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റി. അത് ദൈവത്തോട് നന്ദി പറയുന്നു. അപ്പോൾ വിളിച്ചേട്ടൻ പറഞ്ഞതുപോലെ ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നത് തന്നെയാണ് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. കൊല്ലത്ത് നിന്ന് ക്യാമറ പേഴ്സൺ മനോജ് പിയലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.